ഞാൻ ആദ്യമായി നേരറിവിനെ ഒരു അഭിനന്ദനം പറയുകയാണ്. ലോക വയോജന ദിനമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടി ഓർത്തുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നതിന് നേതൃത്വം കൊടുത്ത നേരറിവിനെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ആദ്യമായി ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. എത്രയോ പുരോഗമിച്ചു വന്നെങ്കിലും വയോജനങ്ങൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടം തന്നെയാണിത്. എനിക്ക് തോന്നുന്നു മീഡിയകളും പത്രങ്ങളും മറ്റ് ദൃശ്യ മാധ്യമങ്ങളെല്ലാം ഇന്ന് പണ്ടത്തേലും കൂടുതലായി വന്നപ്പോൾ അത് നമ്മളുടെ ഇടയിലേക്ക് പെട്ടെന്ന് എത്തുന്നു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. തൊട്ടടുത്ത് കഞ്ഞിക്കുഴിയിൽ ആലപ്പുഴ ഇപ്പുറത്ത് മണ്ണഞ്ചേരി ആ ഭാഗത്താണെന്ന് തോന്നുന്നു ചേട്ടനും അനിയനും കൂടിയാണ് ഒരച്ഛനെ മർദ്ദിച്ചത്. 2-3 ആഴ്ചയ്ക്ക് മുമ്പാണ്. അത് പല മർദ്ദനങ്ങളിൽ കുറച്ചാണ് നമ്മൾ അറിയുന്നത്, കുറച്ചാണ് ചിലപ്പോൾ മീഡിയകൾക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 11 മായിത്തറ അവിടെ നിന്ന് പടിഞ്ഞോട്ട് പോകുമ്പോൾ റാവു എന്ന് പറഞ്ഞ ഡോക്ടർ റാവുവിൻ്റെ ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകുന്നതാണ്, രോഗിയെ കാണാനല്ല. അവിടെ ഫ്രീസറുള്ളത്. പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള എനിക്ക് പലരും മരിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ മക്കളെല്ലാം വിദേശത്താണെങ്കിൽ 2-3 ദിവസമൊക്കെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അവിടുത്തെ ഫ്രീസർ വയ്ക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ ഓഫീസ് അതിന് തൊട്ടിപ്പുറത്താണ്. ആ ഓഫീസിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം അവിടെ ഈ വൃദ്ധസദനമാണ്. സത്യത്തിൽ അവിടുന്ന് മനസ്സ് കണ്ണ് നിറഞ്ഞാണ് ഞാൻ പലപ്പോഴും, എൻ്റെ ആരുമല്ല അവിടെ ഇരിക്കുന്നത്, പക്ഷേ ആ ഓരോ വയസ്സായ അമ്മൂമ്മമാരെയും അപ്പൂപ്പന്മാരെയും കാണുമ്പോൾ അവരുടെ ലോകത, അവരുടെ മക്കൾ ചിലപ്പോൾ ഒരുപക്ഷെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ആയിരിക്കും. അവർക്ക് അവരുടെ കൊച്ചുമക്കളെ ഒന്ന് കളിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ സ്വന്തക്കാരെയും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ അവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ഈ ഹോസ്പിറ്റലിൻ്റെ കീഴിൽ അവർ നല്ല രീതിയിൽ തന്നെയാണ് അവിടെ കഴിയുന്നത്. പക്ഷേ നമുക്ക് ഭക്ഷണവും നമുക്ക് കിട്ടുന്ന മറ്റ് സൗകര്യങ്ങളും ഒന്നും അല്ല പ്രായമാകുന്ന സമയത്ത് ഒരു അച്ഛനമ്മയ്ക്കും വേണ്ടത്. അവർക്ക് അവരുടെ കൊച്ചുമക്കളെയും കളിപ്പിച്ച് വീട്ടിലിരിക്കുക എന്നുള്ള ആ ഒരു നടക്കുന്നില്ല അവർക്കൊന്നും. അത് കാണുമ്പോൾ പലപ്പോഴും എനിക്ക് ഒരു ബന്ധവുമില്ലാത്തതാണെങ്കിൽ പോലും നമ്മൾ അവിടുന്ന് മനസ്സ് തേങ്ങിയാണ് നമ്മൾ പോരാറുള്ളത്. അച്ഛനമ്മമാരെ നോക്കുന്ന കാര്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തെങ്കിലും നമ്മളെ നോക്കുന്ന കാര്യത്തിൽ ഇന്നും കുറച്ചെങ്കിലും, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, കുറച്ചെങ്കിലും ഇതുണ്ട്. പക്ഷെ അങ്ങനെയുള്ള മക്കളെ കണ്ടുപിടിച്ച് അവരെയാണ് നമ്മൾ ബോധവൽക്കരിക്കേണ്ടത്. ആ മക്കളെ ഇത് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. അച്ഛനും അമ്മയും എന്തിനു വേണ്ടാണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതെന്നുള്ളത്. അങ്ങനെ കാലാന്തരത്തിൽ നമുക്ക് ഇവിടുത്തെ വയോജനങ്ങൾക്കൊരു സംരക്ഷണം ഒരുക്കുവാൻ അങ്ങനെ നമുക്ക് സാധിക്കുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്.